മുഖ്യമന്ത്രി വി ഡി സതീശന്റെ കൊച്ചിയിലേക്കുള്ള ഹെലികോപ്റ്റർ യാത്ര അടക്കമുള്ളവ വൻ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. നമുക്ക് ആദ്യം അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് പോയത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് അല്ലെന്നും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ കാണാനാണ് എന്നുമാണ് ഇടതു നേതാക്കൾ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടേതായി പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ സതീശന്റേത് ഔദ്യോഗിക യാത്രയാണെന്നാണ് കോൺഗ്രസുകാർ വിശദീകരിക്കുന്നത്. ഈ വിവാദം കൊഴുക്കവെ വെള്ളിയാഴ്ച നടന്ന മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുകയാണ് പ്രമുഖ ഏവിയേഷൻ വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ്. മുഖ്യമന്ത്രിയുടെ യാത്രയുടെ കൃത്യമായ സമയങ്ങളും ചെലവ് വിവരങ്ങളും വിശകലനം ചെയ്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം വെള്ളിയാഴ്ച നടന്ന ഹെലികോപ്റ്റർ യാത്രയുടെ റൂട്ട് മാപ്പും ഇതിന് പിന്നാലെ സാമ്പത്തിക മാനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ജിപ്സൺ ഏവിയേഷനിൽ നിന്ന് കേരളം വാടകയ്ക്കെടുത്തിട്ടുള്ള VTRGQ എന്ന രജിസ്ട്രേഷനിലുള്ള H145 എയർബസ് ഹെലികോപ്റ്ററാണ് യാത്രയ്ക്കായി ഉപയോഗിച്ചത്. ജൂലൈ 28-ന് ബാംഗ്ലൂരിൽ നിന്നെത്തി ചാലക്കുടിയിലെ ജിപ്സന്റെ പാർക്കിംഗ് കേന്ദ്രത്തിൽ കിടക്കുകയായിരുന്ന ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനായി വെള്ളിയാഴ്ച രാവിലെ 8:13-ന് തിരുവനന്തപുരത്തേക്ക് പറക്കുകയായിരുന്നു. 55 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം രാവിലെ 9:08-ന് തിരുവനന്തപുരത്തെത്തി. മോശം കാലാവസ്ഥയും തിരിച്ചിറക്കലും. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 9:27-ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ 10:57ഓടുകൂടി തിരുവല്ല തടിയൂർ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിന് പടിഞ്ഞാറുള്ള ഭാഗത്ത് 8175 അടി ഉയരത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് കാലാവസ്ഥ മോശമായത്. തുടർന്ന് സുരക്ഷ മുൻനിർത്തി തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പറക്കുകയായിരുന്നു. രാവിലെ 11:35-ന് ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് തിരിച്ചിറങ്ങി. പിന്നീട് കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഉച്ചയ്ക്ക് 12:37-ന് വീണ്ടും കൊച്ചിയിലേക്ക് തിരിക്കുകയും ഉച്ചയ്ക്ക് 12:52-ന് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുകയും ചെയ്തു. ഉച്ചയ്ക്ക് 2:20-ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്റർ 7 മിനിറ്റിനുള്ളിൽ ചാലക്കുടിയിൽ തിരിച്ചെത്തുകയും ചെയ്തു. 4 മണിക്കൂർ 25 മിനിറ്റിന്റെ ആകെ പറക്കൽ. വെള്ളിയാഴ്ച മാത്രം ഹെലികോപ്റ്റർ ആകെ 4 മണിക്കൂർ 25 മിനിറ്റാണ് പറന്നതെന്നാണ് ജേക്കബ് കെ ഫിലിപ്പ് കണക്കുകൾ നിരത്തി ചൂണ്ടിക്കാണിക്കുന്നത്. ചാലക്കുടി ടു തിരുവനന്തപുരം 55 മിനിറ്റ്, തിരുവനന്തപുരം ടു തടിയൂർ തിരുവനന്തപുരം 2 മണിക്കൂർ 8 മിനിറ്റ്, തിരുവനന്തപുരം ടു കൊച്ചി 1 മണിക്കൂർ 15 മിനിറ്റ്, കൊച്ചി ടു ചാലക്കുടി 7 മിനിറ്റ്. സാമ്പത്തിക ബാധ്യത വരുത്തുമോ എന്ന ചോദ്യമുണ്ട്. ഈ യാത്ര സംസ്ഥാന ഖജനാവിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമോ എന്ന ചോദ്യത്തിന് ആയെന്നോ ഇല്ലെന്നോ ഒറ്റയടിക്ക് ഉറപ്പിച്ചു പറയാനാവില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ വാടകയിലും ആദായകരമായ വ്യവസ്ഥകളോടുകൂടിയുമാണ് മുൻ സർക്കാരിന്റെ കാലത്ത് കേരളം ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ടുള്ളത്. GST ഉൾപ്പെടെ പ്രതിമാസം 80 ലക്ഷം രൂപയാണ് ഇതിന്റെ വാടക. ഈ തുകയ്ക്ക് മാസത്തിൽ 25 മണിക്കൂർ പറക്കാമെന്നതാണ് കരാറിലെ വ്യവസ്ഥ. എന്നാൽ 25 മണിക്കൂർ തികയ്ക്കാൻ ഗുജറാത്ത് സർക്കാർ പവൻ ഹംസ കമ്പനിക്ക് നൽകുന്നത് മാസം 2.5 കോടി രൂപയാണ്. ബീഹാർ സർക്കാർ ആകട്ടെ 87 ലക്ഷം രൂപ വാടകയ്ക്ക് പുറമെ പറക്കുന്ന ഓരോ മണിക്കൂറിലും 99,000 രൂപ അധികമായി നൽകേണ്ടി വരുന്നുണ്ട്. കേരളം മാസം നൽകുന്ന 80 ലക്ഷം രൂപയ്ക്ക് 25 മണിക്കൂർ പറക്കാമെന്നിരിക്കെ ജൂലൈ മാസത്തിൽ മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഹെലികോപ്റ്റർ എത്ര സമയം ഉപയോഗിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ യാത്ര അധിക സാമ്പത്തിക ബാധ്യതയാകുമോ ഇല്ലയോ എന്ന കാര്യമെന്ന് ജേക്കബ് കെ ഫിലിപ്പ് തന്റെ കുറിപ്പിൽ തന്നെ കൂട്ടിച്ചേർത്തു. അതേസമയം CPM ഇതിനെ രൂക്ഷമായ വിമർശനത്തിന് തന്നെയാണ് വഴിവെക്കുന്നത്. മുൻ മന്ത്രി വി ശിവൻകുട്ടി, A റഹീം അടക്കമുള്ളവർ രൂക്ഷമായ ഭാഷയിലാണ് ഇതിനെ വിമർശിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേരളം മുങ്ങുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് മുഖ്യമന്ത്രി ഇവിടെ ആസ്വദിക്കുകയായിരുന്നു എന്ന ചിത്രം അടക്കമുള്ള പുറത്തു വന്നതിന് പിന്നാലെ റഹീം രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ആദ്യം അവിശ്വസനീയമായി തോന്നിയ ദൃശ്യങ്ങളാണ്, പിന്നെ ഉറപ്പുവരുത്തി. വിവിധ ജില്ലകളിലെ ആയിരക്കണക്കിന് നമ്മുടെ സഹോദരങ്ങൾ ദുരിതത്തിൽപ്പെട്ട പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ചിലവഴിച്ച നിമിഷങ്ങൾ തന്നെയാണ്. സംസ്ഥാന അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരേണ്ടത് ഭരണാധികാരികളുടെ പ്രാഥമിക കടമയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി കാര്യക്ഷമമായും ഏകോപിപ്പിക്കേണ്ട അടിയന്തര സാഹചര്യമാണ്. എന്നാൽ ഈ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ച് മലപ്പുറം പൊന്നാനിയിലെ ഒരു യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിൽ അതിഥിയായി എത്തി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സമയം ചെലവഴിക്കുന്നത് തികച്ചും അനുചിതവും അനവസരത്തിലുമായി പോയി. നാട് മുഴുവൻ ഭീതിയിലും ആശങ്കയിലും കഴിയുമ്പോൾ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെ എല്ലാം മറന്ന് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും സർക്കാരങ്ങൾക്കും പ്രാധാന്യം നൽകിയ ഈ നടപടി തികച്ചും അനവസരത്തിലുള്ളതും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. അടിയന്തരമായി മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ A റഹീമിന്റെ ഈ പോസ്റ്റിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനൊന്നിനും തൽക്കാലം നിലവിൽ ഈ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.